എന്ന് കരുതി ഇത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റൂ? ഏട്ടത്തിയമ്മയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാനും പറഞ്ഞില്ലല്ലോ സഞ്ജനെ. എന്നാലും നമ്മൾ വിചാരിച്ച എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നീ പറഞ്ഞു വരണത്? എന്തെങ്കിലും ഒരു വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ മേഘനേച്ചിയും മിഥുനേട്ടനെയും ഒന്നിപ്പിക്കാൻ പറ്റില്ല. എങ്കിലും എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞതാ. വിവേകേട്ടാ, വല്യച്ഛന്റെ തീരുമാനം മാറ്റാൻ പറ്റില്ല. ഈ വീട്ടിലുള്ളവരുടെ മനസ്സ് മാറ്റാനും നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതെന്താ? കാണാൻ വരുന്ന ചെറുക്കനെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കണം. പിന്നെ ഈ കല്യാണം എന്ന് കേൾക്കുമ്പോ തന്നെ അവൻ പേടിച്ചോടിക്കളയണം. നമ്മുടെ ഏട്ടത്തെ കല്യാണം കഴിക്കാൻ അവൻ എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ കേറി വരും. ചെറുക്കനെയും കൂട്ടരെയും മൂക്കൊണ്ട് നമ്മൾ ഇക്ഷ വരപ്പിക്കും. അപ്പൊ ഏട്ടത്തിയുടെ മുഖത്ത് നോക്കാൻ പോലെ അവര് പേടിക്കും. എന്ത് പറയുന്നു എല്ലാരും? കേൾക്കുമ്പോ കുഴപ്പമില്ല. ചാരു, നീ എന്ത് പറയുന്നു? ഓക്കെ, ലെറ്റ്സ് ഗോ. നിന്നെ കാണാൻ വേണ്ടി ചെറുക്കൻ കൂട്ടരൊക്കെ ഇന്ന് വരുന്നുണ്ട്. കല്യാണ ചെറുക്കൻ വരണം, നിന്നെ കാണണം, നിനക്ക് അവനെ ഇഷ്ടപ്പെടണം. അതിനുശേഷം അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കണം. മേഘനയുടെ കല്യാണത്തെക്കുറിച്ച് ഡാഡ് പറഞ്ഞപ്പോ ഞാൻ അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇതിപ്പോ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ നടക്കുമെന്നാ തോന്നുന്നേ. എനിക്കറിയാം മിഥുൻ, മേഘനയെ മറ്റൊരാൾ കല്യാണം കഴിക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ മോനല്ലടാ നീ. നിന്നെ എനിക്കറിഞ്ഞൂടെ? ഇങ്ങനെ ഒരു വെപ്രാളം നിന്റെ മനസ്സിൽ സൃഷ്ടിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇനി നിനക്ക് അവളോടുള്ള സ്നേഹം തന്നെ പുറത്തു വന്നോളൂ. ആ, കയറി വാ വാസുദേവ. സുശീലേ, സുഖായിരിക്കുന്നു? സുഖായിരിക്കുന്നു. നിനക്ക് സുഖാണോ? വീട്ടിലെ അവസ്ഥകളൊക്കെ നിനക്കറിയാലോ. പിന്നെന്ത് സുഖം. നല്ല സങ്കടം ഉണ്ടടാ. മേഘനയെ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് വേണം എനിക്കൊന്ന് ആശ്വസിക്കാനായിട്ട്. എല്ലാം നീ വിചാരിച്ച പോലെ നടക്കൂടാ. സഞ്ജയ്, സുഖാണോ? സുഖമായിരിക്കുന്നു അങ്കിൾ. ശരി, കയറി വാ. ആ, വരൂ. ഇരിക്കേ. വാ സഞ്ജയ്, ഇരിക്കേ. നമസ്കാരം. നമസ്കാരം ആന്റി. വല്ല ആടുമൂന്തിയോ പോത്തുമൂന്തിയോ കയറി വരുമെന്നാ ഞാൻ കരുതിയത്. ചെറുക്കം കാണാൻ സുന്ദരനാണല്ലോ സഞ്ജന. ശരിയാണ് ഏട്ടാ. കാണാൻ കൊള്ളില്ലായിരുന്നെങ്കിൽ അത് തന്നെ റീസൺ ആക്കിക്കൊണ്ട് നമുക്ക് ബന്ധം മുടക്കാൻ ശ്രമിക്കായിരുന്നു. ഇതിപ്പോ അതും പറ്റില്ല. ഇയാളെ കാണാൻ ഒരു സീരിയലിലെ നായകനെ പോലെയുണ്ട്. സാരല്ല, എന്തെങ്കിലും ഒരു അവസരം കിട്ടാതിരിക്കില്ല. ആന്റിയെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആന്റി എത്ര വലിയ ഓൺട്രപ്രണർ ആണെന്ന് എനിക്കറിയാം. നന്ദൻ കൺസ്ട്രക്ഷൻ കമ്പനി ആന്റിയാണ് വളർത്തി വലുതാക്കിയത്. സത്യത്തിൽ ആന്റി എനിക്ക് ഒരു റോൾ മോഡലാണ്. താങ്ക് യു. അതൊക്കെ ഇരിക്കട്ടെ, ആദ്യം പെണ്ണിനെ വിളിക്കേ. ഒന്ന് അടങ്ങിയിരിക്കട കളവാ. അവന്റെ ഒടുക്കത്തെ ഒരു തിടുക്കം. മോളെ, വിളിച്ച പോയി മേഘനെ വിളിച്ചോണ്ടോ.
മിഥുനെ കണ്ടില്ല ആന്റി. മേഘനയെ പുതുതായിട്ട് കാണും പോലെ അടിമുടി മെയ് മറന്ന് നോക്കി നിൽക്കുക. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, കിട്ടിയ അവസരം പാഴാക്കാതെ മിഥുനെ നിന്റെ വരുതിക്ക് കൊണ്ടുവരാൻ. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറ്. ഹലോ മേഘ്ന, എന്താ ഒരു വെപ്രാളം പോലെ? കംഫർട്ടബിൾ ആയിട്ടിരുന്നോളൂ. അയ്യോടാ, എന്തൊരു കരുതലാണ് അവന്. മേഘനെ, എല്ലാവർക്കും കോഫി എടുത്തിട്ട് വാ. ഞങ്ങൾക്ക് ശീലമില്ല മോളെ, മോന് മാത്രം കൊടുത്താൽ മതി. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. സോറി. സാരമില്ല, തെറ്റ് എന്റേതാ. മേഘ്ന സോറി ഒന്നും പറയണ്ട. വാവ്, കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ എന്റെ മോളെ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. നാളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാ മേഘന സന്തോഷത്തോടെ കഴിയുമോന്നോർത്ത് ഇനി എനിക്ക് ഒരു പേടിയില്ല. അപ്പോഴേക്കും ആളെ അങ്ങനെ അളക്കല്ലേ ഡാഡ്. മിഥുൻ അവിടെ നിന്ന് പൊളയുവാണല്ലോ. സഞ്ജയ്, മേഘനയോട് എന്തെങ്കിലും ചോദിക്കാനോട് ചോദിച്ചോട്ടോ. ഞങ്ങൾക്ക് മോളെ ഒത്തിരി ഇഷ്ടായി. ഇനി ചോദിക്കാനും പറയാൻ എന്താ ഉള്ളെ? നിങ്ങൾക്ക് ചോദിക്കാനൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ടല്ലോ. എന്താണെന്ന് വെച്ചാ ചോദിച്ചോ. സഞ്ജയ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യില്ല. ഞാനാണ് മറ്റുള്ളവർക്ക് വർക്ക് കൊടുക്കുന്നത്. എനിക്കൊരു സൂപ്പർവിഷൻ ആൻഡ് സ്മാർട്ട് സൊല്യൂഷൻ എന്നൊരു സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട്. ഓ, ഞങ്ങളുടെ കമ്പനിയിൽ ഏകദേശം ഒരു 200 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങള് വെള്ളം അടിക്കോ സഞ്ജയ്? നോണയൊന്നും ഞാൻ പറയുന്നില്ല. ഇടയ്ക്കൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. ഇതെന്റെ ഭാര്യയാവുന്ന കുട്ടിയും കൂടെ അറിയാൻ വേണ്ടി പറയുന്നതാ. ഒന്നും അവളോട് ഒളിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനു മുമ്പ് സഞ്ജയ്ക്ക് വല്ല ലവ് സ്റ്റോറി ഉണ്ടായിരുന്നോ? അതിനൊരു സന്ദർഭം കിട്ടിയിട്ട് വേണ്ടേ? സത്യം പറഞ്ഞാ ഇഷ്ടപ്പെടാൻ പറ്റിയൊരു പെൺകുട്ടിയെ ഞാനിതുവരെ കണ്ടിട്ടില്ല. മേഘനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നെങ്കിൽ അപ്പോഴേ പിടിച്ചോണ്ട് പോയേനെ. ആള് കൊള്ളാലോ. പറ്റ ഇപ്പൊ തന്നെ അവളെ കൊണ്ട് കടന്നു കളയുന്നത് തോന്നുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഇന്റർവ്യൂ കഴിഞ്ഞോ? അത് കഴിഞ്ഞെങ്കിൽ ഇനി കല്യാണത്തെ കുറിച്ച് സംസാരിക്കാം. അങ്കിൾ, എനിക്കൊന്ന് മേഘനോട് തനിച്ച് സംസാരിക്കണം. പിന്നെ അത് ചോദിക്കാനുണ്ടോ? എങ്കിൽ അകത്ത് പോയി സംസാരിച്ചോളൂ. ഇപ്പോഴൊന്നും വേണ്ട. അത് ഇവിടെ വെച്ചും വേണ്ട. പിന്നെ അങ്കിൾ പെർമിഷൻ തന്നാ
മേഘനെ ഞാൻ ഈവനിങ്ങിൽ ഒരു ഡിന്നറിന് വിളിച്ചോണ്ട് പോയിക്കോട്ടെ? അവിടെ ആവുമ്പോ മനസ്സ് തുറന്ന് ഞങ്ങൾക്ക് സംസാരിക്കാമല്ലോ. അപ്പൊ അവളുടെ മനസ്സിലെന്താന്ന് എനിക്കും മനസ്സിലാക്കാൻ പറ്റും. രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി പ്ലാൻ ചെയ്യാനും പറ്റും. മോനെ അവളെ ഒരു ഡിന്നറിന് കൊണ്ടുപോകണോ? അതിനെന്താ തെറ്റ്? മോൻ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. സംസാരിക്കാനുള്ളതൊക്കെ ഇവിടെ വെച്ച് പറഞ്ഞാൽ പോരെ? അതിന് സ്പെഷ്യൽ മീറ്റിംഗിന്റെ ആവശ്യം എന്താ? അവര് സ്പെഷ്യൽ മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ മിഥുൻ എന്താ പ്രശ്നം? നീ എന്തിനിങ്ങനെ വെപ്രാളപ്പെടുന്നേ? നിന്റെ ഈ സ്വഭാവം എനിക്ക് മനസ്സിലാവാത്തെ. അതല്ല, ഇപ്പൊ കണ്ട് പരിചയപ്പെട്ടതല്ലുള്ളൂ. അപ്പോഴേക്കും ലഞ്ചും ഡിന്നറും ഒക്കെ എന്തിനാന്ന് ചോദിച്ചതേ ഉള്ളൂ. അതിനിപ്പോ എന്താ കുഴപ്പം? കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ? അപ്പൊ പിന്നെ ഒരു ഡിന്നറിന് പോയത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. സഞ്ജയ്, ഈ ഈവനിങ് എന്തായാലും മേഘന വന്നോളും. സാവകാശം ഡിന്നറും കഴിച്ച് സംസാരിച്ചോളൂ. ഓക്കെ? ഷുവർ അങ്കിൾ. ജയദേവ, ആ. ഞങ്ങൾക്ക് മേഘന മോളെ ഒത്തിരി ഇഷ്ടായി. ഇനി ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഓക്കെ പറയുകയാണെങ്കിൽ കല്യാണത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്താം. അത് പിന്നെ അങ്ങനെയല്ലേ വാസുദേവ? എന്നാ പിന്നെ ശരി, ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. ശരി, പോയിട്ട് വന്നോ. അതെ, പടിയുണ്ട്, തട്ടി വീഴണ്ട. താങ്ക് യു ബ്രോ. ചേച്ചി വാ. സമാധാനായി. എന്റെ കഷ്ടകാലം ഇത്ര പെട്ടെന്ന് വിട്ടകലുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ മേഘനയും ആ സഞ്ജയും കല്യാണം കഴിച്ചു പോയാ പിന്നെ എനിക്കും മിഥുനും ഇടയ്ക്കിനി യാതൊരു തടസ്സവും ഇല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. ഈ പെണ്ണുകാണൽ ചടങ്ങിന് തന്നെ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഞാൻ എത്ര പാടുപെട്ടെന്നറിയോ? ഇപ്പൊ അയാൾ എന്നെ ഡിന്നറിന് വിളിച്ചേക്കോ? എനിക്കതിനെ കുറിച്ച് ആലോചിക്കുമ്പോ ടെൻഷനാവോ.